നമ്മുടെ ഈ പരിപാടി LDFിൻ്റെ പരിപാടിയാണ്. LDFിൻ്റെ പരിപാടിയാകുമ്പോൾ LDFിൻ്റെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും, അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റു പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും. അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ്, അത് LDFിൻ്റെ പൊതുവായിട്ടുള്ളതല്ല. LDFിൻ്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഒരു നല്ല കാര്യം കണ്ടതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതാണ്. നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അതുകൊണ്ടാണ് LDFിൻ്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇടർച്ചയില്ലാതെ തുടർച്ച വികസന കാര്യങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ജനങ്ങളെടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. ആ തീരുമാനം LDFിന് തുടർഭരണം സമ്മാനിക്കുക എന്നുള്ളതാണ്. ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചുകൊള്ളൂ. എത്ര വലിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് അതിലൂടെ വ്യക്തമാകും. ഞാൻ ആ രംഗങ്ങളിലേക്ക് ആകെ പോകുന്നില്ല, കാരണം ഒരുപാട് LDF നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സംസാരം വല്ലാതെ നീണ്ടുപോയാൽ അത് ചില പ്രയാസങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന എല്ലാ രംഗങ്ങളും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഈ അടുത്ത നാളിലാണ് നിപ്പയുടെ ആക്രമണം നമുക്ക് നേരിടേണ്ടി വന്നത്. സാധാരണഗതിയിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു രോഗമാണ്. പക്ഷേ വിജയകരമായി ചികിത്സിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. നല്ല വിജയം ആ ചികിത്സയിൽ നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ കോവിഡിന്റെ ഒരു വരവിനെ കുറിച്ച് വീണ്ടും ആശങ്ക രാജ്യത്തും ലോകത്തും ഉയരുന്നു. അപ്പോഴും നമുക്ക് അത്തരമൊരു ഘട്ടം വന്നാലും നേരിടാനാവും എന്ന ആത്മവിശ്വാസമുണ്ട്. എന്തുകൊണ്ട്? നമ്മുടെ ആരോഗ്യരംഗം അത്രയും സജ്ജമാണ്. ആരോഗ്യരംഗം കേരളത്തിലെ എല്ലാവർക്കും ചികിത്സ നല്ല രീതിയിൽ ലഭ്യമാകുമാറ് സജ്ജമാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു.